ഇന്ത്യ ദി ലാൻഡ് ഓഫ് സിന്തസിസ്, സമന്വയത്തിൻ്റെ ഇന്ത്യ അല്ലേ എന്ന ക്ലാസ് ഇപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു, 3 ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ലേ, 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തെ ക്ലാസ്സാണ്. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെൻ്റ് ആണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ, ഇന്ത്യൻ സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഭക്തി പ്രസ്ഥാനം കാരണം ഉണ്ടായത് എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ആ റിസൾട്ട്സിൽ പെട്ട ഒന്നായിരുന്നു ഏത്? ഡെവലപ്മെന്റ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷ. അവിടെ പറയുന്നുണ്ട് റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. ഈ ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രാദേശിക ഭാഷകൾ വികസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണ്. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യം നോക്കാം, അതിലെ വിഷയത്തിലേക്ക് വരാം. The propagators of Bhakti Sufi movements spread their ideas through their vernacular languages. ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ സൂഫി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പ്രചാരകര്, അതിൻ്റെ പ്രബോധകര് അവരുടെ ആശയങ്ങൾ, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സൂഫി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഓരോ നാട്ടിലുമുള്ള പ്രാദേശിക ഭാഷകളിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷയാണ് ഇത് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പ്രാദേശിക ഭാഷകൾ ഉണ്ടാവും. ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പ്രൊപ്പഗേറ്റേഴ്സ് അതത് നാടുകളിലുള്ള വെർണാക്കുലാർ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ് എന്നും പറയാം, അവരുടെ പ്രാദേശിക ഭാഷകളിലാണ് അവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. ദിസ് വാസ് ടു എനേബിൾ ദി കോമൺ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദം. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രചരിപ്പിച്ചത്? അങ്ങനെയാകുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും വളരെ പെട്ടെന്ന് എന്താണ് സൂഫിസം, എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാവാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരുടെ ഓരോ പ്രദേശത്തുമുള്ള അവരുടെ പ്രാദേശിക ഭാഷകളിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സോ ദിസ് റിസൾട്ടഡ് ഇൻ ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. അപ്പൊ അത് എന്തിനു കാരണമായി? ഓരോ പ്രദേശത്തുള്ള ഭാഷകൾ, റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളൊക്കെ വികസിക്കാൻ അത് കാരണമായി. അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഈ ഒരു മിഡിവൽ പീരീഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചില പേരുകൾ പറയുന്നു, ചില ലാംഗ്വേജസിനെ നമ്മളോട് പിന്നെ പരിചയപ്പെടുത്തുന്നു. മെനി ലാംഗ്വേജസ് സച്ച് ആസ് പഞ്ചാബി, അതേപോലെ കന്നഡ, തെലുഗു, ഒറിയ, അസമീസ്, മറാത്തി, ബംഗാളി, സിന്ധി ആൻഡ് മലയാളം ഇവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപം കൊണ്ടിട്ടുള്ള ഭാഷകളാണ് ഈ പറഞ്ഞിട്ടുള്ള പഞ്ചാബി, കന്നഡ, തെലുഗ്, ഒറിയ, അസമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം തുടങ്ങിയിട്ടുള്ളവ. ഓക്കെ, അപ്പോൾ അടുത്ത സെന്റൻസ് നോക്കുമ്പോൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ദി കൺട്രി പേർഷ്യൻ വാസ് ദി കോർട്ട് ലാംഗ്വേജ് ഓഫ് ദി മിഡിവൽ പീരീഡ്. ഈ മിഡിവൽ പീരീഡിൽ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ, പ്രത്യേകിച്ച് കോടതി ഭാഷയായിട്ട്, കോർട്ട് ലാംഗ്വേജ്, കോടതി ഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഇത് പേർഷ്യൻ ഭാഷ. ഓക്കെ, അപ്പോൾ ഈ മധ്യകാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കോടതി ഭാഷ പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു, അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹെൻസ് മെനി പേർഷ്യൻ വേർഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ മെനി റീജിയണൽ ലാംഗ്വേജസ്. നമുക്ക് പല പ്രാദേശിക ഭാഷകളിലും എന്ത് കാണാൻ പറ്റും? പേർഷ്യൻ ഭാഷയുടെ സ്വാധീനം. അതായത് നമ്മുടെ മുകളിൽ പറഞ്ഞിട്ടുള്ള പഞ്ചാബി, കന്നഡ, തെലുഗ്, ഒറിയ, അസാമീസ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഓരോരോ പ്രാദേശിക ഭാഷകളാണ്. അപ്പൊ ഈ കാലത്തെ പ്രധാന കോടതി ഭാഷ ഏതായിരുന്നു? പേർഷ്യൻ ഭാഷയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേർഷ്യൻ ഭാഷയുടെ സ്വാധീനം പ്രാദേശിക ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഹെൻസ്. അതുകൊണ്ട് തന്നെ മെനി പേർഷ്യൻ വേർഡ്സ് ക്യാൻ ബി ഫൗണ്ട്. മെനി പേർഷ്യൻ വേർഡ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ മെനി റീജിയണൽ ലാംഗ്വേജസ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ മലയാള വാക്കുകൾക്ക് ബദലായിക്കൊണ്ട്, പകരമായിക്കൊണ്ട് പലപ്പോഴും പല ഇംഗ്ലീഷ് വാക്കുകളും പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഭാഷയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനമാണ്, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന തരത്തിൽ. അപ്പൊ അതുപോലെ ഈ പേർഷ്യൻ ഭാഷയുടെ സ്വാധീനം അന്ന് പല ലോക്കൽ ലാംഗ്വേജസിലും റീജിയണൽ ലാംഗ്വേജസിലും പ്രകടമാണ്. കാരണം അന്നത്തെ കോടതി ഭാഷയാണ്. അതുകൊണ്ട് തന്നെ അതിലെ പല വാക്കുകളും പല പ്രാദേശിക ഭാഷകളും ആ പേർഷ്യൻ പദങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്.
Okay, out of the relationship between Persian and Hindi, a new language, Urdu, came into being. അതായത് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട്, കണക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പുതിയ ലാംഗ്വേജ് ആണത് ഉറുദു എന്ന് പറയുന്ന പുതിയ ഭാഷ. അപ്പൊ പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും കൂടി ചേർന്നുണ്ടായ ഭാഷയാണ് ഉറുദു. നമ്മൾ വീണ്ടും നമ്മുടെ ഹെഡിങ്ങിലേക്ക് ഒന്ന് നോക്കുകയാണ്. എന്താ ഹെഡിങ്? അതാ ഇവിടെ കാണാം, ഇന്ത്യ ദി ലാൻഡ് ഓഫ് സിന്തസിസ്, കൂടിച്ചേരലുകളുടെ സമന്വയത്തിന്റെ ഇന്ത്യ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും സമന്വയിച്ചുകൊണ്ട് അതിന്റെ ഒരു സിന്തസിസ് ആയിട്ട്, അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് ഒരു പുതിയ ലാംഗ്വേജ് ഉണ്ടാവുക. അപ്പോൾ മിഡിവൽ പീരീഡിലെ ഈ ഒരു കൾച്ചറൽ സിന്തസിസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ദി ഉറുദു ലാംഗ്വേജ്. അതെങ്ങനെയുണ്ടായത്? പേർഷ്യൻ ലാംഗ്വേജ് പ്ലസ് ഹിന്ദി ലാംഗ്വേജ്, ഈ രണ്ട് ലാംഗ്വേജും കൂടി ചേർന്നുണ്ടായതാണ് ഇത് ഉറുദു എന്ന് പറയുന്ന ഭാഷ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഉറുദു ഫോം ചെയ്യുന്നു. ഉറുദു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ സിന്തസിസ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് മിഡിവൽ പീരീഡ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, മിഡിവൽ പീരീഡിലെ കൾച്ചറൽ സിന്തസിസിന്റെ, സാംസ്കാരിക സമന്വയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദി ഉറുദു ലാംഗ്വേജ്. പിന്നെ ഉറുദു, which was spoken in Deccan, was strongly influenced by the languages such as Telugu and Marathi. എന്താ അവിടെ പറയുന്നത്? അതായത് ഈ ഡെക്കാൻ പ്രദേശത്ത് സംസാരിച്ചിരുന്ന ഉറുദുവിന്റെ മേല് തെലുങ്കിന്റെയും അതേപോലെ മറാത്തി ഭാഷയുടെയും ഒക്കെ ശക്തമായ സ്വാധീനമുണ്ട്. കാരണം ഡെക്കാൻ പ്രദേശത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രബല ഭാഷകളാണ് ഏത്? ഡെക്കാൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഏകദേശം സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഡെക്കാൻ പ്രദേശം. അപ്പൊ ഈ ഡെക്കാൻ പ്രദേശത്ത് സംസാരിച്ചിരുന്ന ഉറുദു ലാംഗ്വേജിൽ ഏത് ഭാഷയുടെ സ്വാധീനം കാണുന്ന പറയുന്നത്? തെലുങ്ക് അതേപോലെ മറാത്തി ഭാഷയുടെ സ്വാധീനം കാണും. കാരണം ഡെക്കാൻ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഭാഷയാണ് ഏത്? തെലുങ്ക് ലാംഗ്വേജ് ആൻഡ് മറാത്തി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ അവിടെ സംസാരിച്ചിരുന്ന ഉറുദു ലാംഗ്വേജിൽ തെലുങ്കിന്റെയും മറാത്തിയുടെയും ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഗ്രാജുവലി ഉറുദു became the most popular spoken language of the towns. ഉറുദു ഭാഷ ക്രമേണ എന്തായി മാറി? നമ്മൾ പറഞ്ഞു ഉറുദു എങ്ങനെയുണ്ടായത്? പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടി ചേർന്നുണ്ടായതാണ് ഉറുദു. ആ ഉറുദു ഗ്രാജുവലി ദാറ്റ് became the most popular spoken language of the towns. പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ധാരാളമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വന്ന ഭാഷയായിട്ട് ഏത് മാറി? ഉറുദു ഭാഷ മാറി. Okay, Urdu became the most popular spoken language of the towns. Towns, അതായത് പട്ടണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് ഇത് മാറി, ഉറുദു ഭാഷ മാറി. ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ഉറുദു became the most popular spoken language of the towns. Okay, അപ്പോൾ ഒരു കൂടിച്ചേർന്നുണ്ടായ, രണ്ട് ഭാഷകൾ കൂടിച്ചേർന്നുണ്ടായ ഒരു ഭാഷ ഉറുദു നമ്മൾ പറഞ്ഞു. ആ ഉറുദു പിന്നീട് ഒരു വലിയ സ്ഥാനത്തേക്ക് ഉയരുകയാണ്, അല്ലെ? ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ്, എന്താ വെസ്റ്റേൺ കോസ്റ്റ്? നമ്മുടെ പശ്ചിമ തീരം, പടിഞ്ഞാറൻ തീരം, അറബിക്കടലിന്റെ തീരം, അല്ലെ? ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ് മെർച്ചന്റ്സ് യൂസ്ഡ് അറബിക്. നമ്മുടെ പശ്ചിമ തീരത്ത്, ഓക്കെ, പടിഞ്ഞാറൻ തീരത്ത്, അറബിക്കടലിന്റെ തീരത്ത് വ്യാപാരികൾ ഏത് ഭാഷ ഉപയോഗിച്ചു? മെർച്ചന്റ്സ് യൂസ്ഡ് അറബിക്. വെസ്റ്റേൺ കോസ്റ്റിൽ, പശ്ചിമ തീരത്ത് കച്ചവടക്കാര് അറബി ഉപയോഗിച്ചു. അതിനുള്ള കാരണം നമുക്കറിയാം. കാരണം പ്രാചീന കാലത്ത്, മധ്യകാലത്ത് അറബികളുമായിട്ട് ധാരാളമായിട്ട് വ്യാപാരമുണ്ടായിരുന്ന, കച്ചവട ബന്ധമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പശ്ചിമ തീരം, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. അപ്പോ അതുകൊണ്ട് തന്നെ അറബികളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് കച്ചവടക്കാര് അറബി ഭാഷ പഠിച്ചു, അറബി പദങ്ങൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇൻ വെസ്റ്റേൺ കോസ്റ്റ് മെർച്ചന്റ്സ് യൂസ്ഡ് അറബിക്. പശ്ചിമ തീരത്തുള്ള കച്ചവടക്കാര്, വ്യാപാരികൾ അറബി ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. സൂൺ ഇറ്റ് ബിഗാൻ ടു ഇൻഫ്ലുവൻസ് ദി റീജിയണൽ ലാംഗ്വേജസ് ഓഫ് ദാറ്റ് ഏരിയ. അറബി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടായ ഭാഷയല്ലല്ലോ, കച്ചവടക്കാര് മുഖേന, അറബികളായ കച്ചവടക്കാര് മുഖേന വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ അറബി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, മീൻസ് അറബി ഭാഷ, അറബി കച്ചവടക്കാരിലൂടെ അറബി ഭാഷ ഇവിടെ എത്തിയപ്പോൾ ആ അറബി ഭാഷ നമ്മുടെ നാട്ടിലുള്ള റീജിയണൽ ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പല ഭാഷകളും, പേർഷ്യൻ ഭാഷ ഹിന്ദി ഭാഷയുമായി കൂടി ചേർന്ന് ഉറുദു ഉണ്ടായി നമ്മൾ പറഞ്ഞു. അപ്പൊ അതേപോലെ അറബി ഭാഷ, അറബി ലാംഗ്വേജ് നമ്മുടെ നാട്ടിലുള്ള പല ലാംഗ്വേജസുമായിട്ട്
പിന്നെ കൂടിച്ചേർന്ന് നമ്മുടെ ഭാഷകളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു, പല രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിന്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് ഇവിടെ പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് അറബിക് ലാംഗ്വേജ്. അറബി ഭാഷയുടെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് എ ന്യൂ മിക്സ്ഡ് ഡയലക്ട് അറബി മലയാളം ഇവോൾവ്ഡ് ഇൻ കേരള. ഓക്കെ, അറബി ഭാഷ നമ്മുടെ മലയാള ഭാഷയെ സ്വാധീനിച്ചതിന്റെ ഒരു റിസൾട്ട് ആണ് എന്ത്? അറബി മലയാളം എന്ന് പറയുന്ന ഒരു മിശ്ര ഭാഷാ രൂപം. ഓക്കെ, എ ന്യൂ മിക്സ്ഡ് ഡയലക്ട്, ഒരു മിശ്ര ഭാഷാ രൂപമാണ് അറബി മലയാളം. നമുക്കൊക്കെ അറിയാം, അറബി മലയാളം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അറബി അക്ഷരങ്ങളാണ് ഉപയോഗിക്കുക. എഴുതാൻ വേണ്ടി നമ്മൾ അറബി അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു, പക്ഷെ മലയാളത്തിലുള്ള ആശയങ്ങൾ, ഇപ്പൊ ഉദാഹരണം നമ്മൾ ഇംഗ്ലീഷ് മംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് പോലെ, മംഗ്ലീഷ് നമ്മളിപ്പോൾ വാട്സപ്പിലൂടെ അല്ലെ അങ്ങനെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യും, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യും, പക്ഷെ മലയാളത്തിലായിരിക്കും നമ്മൾ പറയുന്നത്, സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കും. അതായത് നീ പോയിട്ടുണ്ടോ, നീ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഇംഗ്ലീഷിന് പകരം അറബി ആകും എന്തായി, അറബി മലയാളം എന്നായി. അപ്പോൾ അറബി മലയാളം എന്ന് പറയുന്ന ഒരു മിശ്ര ഭാഷാ രൂപം അവിടെ ആവിർഭവിച്ചു, നമ്മുടെ കേരളത്തിൽ ഉണ്ടായി വരാൻ കാരണമായി. എന്ത്? ഈ അറബി ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ്. സോ അറബി ലാംഗ്വേജും നമ്മുടെ മലയാളത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അറബി മലയാളം എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഡയലക്ട്, ഒരു മിശ്ര ഭാഷാ രൂപം അവിടെ ഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതൊക്കെ എന്താണ്? നേരത്തെ പറഞ്ഞ കൾച്ചറൽ സിന്തസിസിന്റെ ഭാഗമാണ്, കൂടിച്ചേരൽ, സമന്വയം അതിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ പീപ്പിൾ ഓൾസോ യൂസ്ഡ് സാൻസ്ക്രിറ്റ് ഡ്യൂറിങ് ദി മിഡിൽ ഏജസ്. ഈ മധ്യകാലഘട്ടത്തിൽ ജനങ്ങൾ ഏത് ഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്? സംസ്കൃത ഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, മിഡിൽ പീരീഡിൽ സംസ്കൃത ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്കൃത ഭാഷ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, അത് കോമൺ പീപ്പിൾ യൂസ് ചെയ്ത ഒരു ലാംഗ്വേജ് അല്ല, സാധാരണ ജനങ്ങളുടെ ഭാഷയായിരുന്നില്ല. അത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ, ഉന്നത കുലത്തിൽപ്പെട്ടവരുടെ ലാംഗ്വേജ് ആയിരുന്നു. അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, സംസ്കൃത ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും ഉരുവിടാനും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഏതായാലും മിഡിവൽ പീരീഡിൽ സാൻസ്ക്രിറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് വാസ് യൂസ്ഡ് ഇൻ ദി കോർട്ട് ഓഫ് വിജയനഗര ഓൺ ഫെസ്റ്റീവ് സീസൺസ് ഓർ ഒക്കേഷൻസ്. അതായത് വിജയനഗര ഭരണാധികാരികളുടെ ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ പ്രത്യേക ആഘോഷ വേളകളിലൊക്കെ സംസ്കൃതം ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, വിജയനഗര സാമ്രാജ്യത്തിലെ ഓരോ ഫെസ്റ്റീവ് ഒക്കേഷൻസ്, ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ, പല ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ സംസ്കൃത ഭാഷ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. ആൻഡ് സാൻസ്ക്രിറ്റ് പ്രിവെയിൽഡ് ആസ് ദി ലാംഗ്വേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതേപോലെ മിഡിവൽ പീരീഡിൽ ഹയർ എഡ്യൂക്കേഷന്റെ, ഓക്കെ, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഷയായിട്ട് സംസ്കൃതം ഈ ഒരു കാലത്ത് നിലകൊണ്ടു. ദി പോപ്പുലർ ലിറ്ററേച്ചർ ഓഫ് സാൻസ്ക്രിറ്റ് സച്ച് ആസ് പുരാണാസ്, രാമായണ and Mahabharata were available in the regional languages. സംസ്കൃത ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായിട്ടുള്ള ഏതൊക്കെ? പുരാണങ്ങൾ, സാഹിത്യങ്ങളായിട്ടുള്ള പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം, ഇതൊക്കെ ഓരോ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാവാൻ തുടങ്ങി. ഓക്കെ, സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കൃതികളാണ്, സാഹിത്യ കൃതികളാണ് ഇതൊക്കെ, പുരാണങ്ങൾ, രാമായണം, അതേപോലെ മഹാഭാരതമൊക്കെ. ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഇങ്ങനെയുള്ള കാവ്യങ്ങളെല്ലാം ഓരോ റീജിയണൽ ലാംഗ്വേജസിലും, നേരത്തെ പറഞ്ഞ കുറെ പ്രാദേശിക ഭാഷകളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രാദേശിക ഭാഷകളിലും ലഭ്യമായി ഈ ഒരു മിഡിവൽ പീരീഡിൽ. അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ പറയുന്നത് എന്നൊക്കെ സാധാരണ ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും സാധിച്ചു. ദി പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ്ഡ് സം പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദി പീരീഡ്. മറ്റൊരു കാര്യം പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ ചില കവികളെയും എഴുത്തുകാരെയും ഒക്കെ ആര് സ്വാധീനിച്ചിട്ടുണ്ട്? പേർഷ്യൻ സാഹിത്യം സ്വാധീനിച്ചിട്ടുണ്ട്. പേർഷ്യൻ ലിറ്ററേച്ചർ നമ്മുടെ നാട്ടിലുള്ള എഴുത്തുകാരെ, കവികളെ, എഴുത്തുകാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പേർഷ്യൻ സാഹിത്യം, പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ്ഡ് സം പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദി പീരീഡ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെയൊക്കെ, കവികളെയൊക്കെ പേർഷ്യൻ സാഹിത്യം വല്ലാതെ സ്വാധീനിച്ചു. ദി മോസ്റ്റ് നോട്ടബിൾ പേർഷ്യൻ റൈറ്റർ ഓഫ് ദി പീരീഡ് വാസ് അമീർ ഖുസ്രു. ഇക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേർഷ്യൻ റൈറ്റർ ആയിരുന്നു ആര്? അമീർ ഖുസ്രു. അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള പേർഷ്യൻ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. പിന്നെ
നോട്ട് ചെയ്യണം ആ പേര് കേട്ടോ. ഹിസ് ലവ് ടുവേർഡ്സ് ഇന്ത്യ ആൻഡ് ദി പ്രൈഡ് ഓഫ് ബീയിങ് ആൻ ഇന്ത്യൻ ഇസ് ക്ലിയർലി റിവീൽഡ് ത്രൂ ദി കണ്ടന്റ് ഓഫ് ഹിസ് വർക്ക്സ്. അതായത് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഉള്ളടക്കം പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള സ്നേഹവും ഇന്ത്യക്കാരനായതിലുള്ള ഒരു അഭിമാനവും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്കത് പ്രകടമായിട്ട് മനസ്സിലാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയോടുള്ള സ്നേഹവും ഒരു ഇന്ത്യക്കാരനായതിൽ അദ്ദേഹത്തിനുള്ള അഭിമാനവും ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ, അദ്ദേഹത്തിന്റെ വരികളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിഡിവൽ പീരീഡിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള പേർഷ്യൻ റൈറ്റർ ആരാണ്? അമീർ ഖുസ്രു ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡ്യൂറിംഗ് ദിസ് പീരീഡ് a large number of Indian works were translated into Persian language. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇന്ത്യൻ സാഹിത്യ കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് ഈ ഒരു കാലത്ത് മിഡിവൽ പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി എഴുതിയിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇന്ത്യൻ വർക്ക്സ്, ഒരുപാട് ഇന്ത്യൻ വർക്ക്സ്, ഇന്ത്യൻ കൃതികൾ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കൃതികളാ? ചില ഉദാഹരണങ്ങൾ പറയുന്നു. രാമായണ, അതേപോലെ മഹാഭാരത, അഥർവവേദ, ഉപനിഷത്ത് എക്സെട്ര ബിലോങ് ടു ദിസ് കാറ്റഗറി. ഇങ്ങനെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള കൃതികളാണ് ഏതൊക്കെ? പ്രധാന കൃതികളാണ് രാമായണം, മഹാഭാരതം, അഥർവവേദം, ഉപനിഷത്ത്. ഇതൊക്കെ ഇത്തരത്തിൽ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ദി ഹിസ്റ്റോറിക് ക്രോണിക്കിൾ ഓഫ് കൽഹണ, കൽഹണയുടെ രാജതരംഗിണി എന്നാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പേര്. 9ാം ക്ലാസ്സിൽ നമ്മൾ പിന്നെ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ 8ാം ക്ലാസ്സിൽ എവിടെ ഒരു പക്ഷേ 8ലോ അതല്ലെങ്കിൽ UP ക്ലാസ്സിലോ നമ്മൾ പരിചയപ്പെട്ട ഒരു പേരായിരിക്കാം കൽഹണന്റെ രാജതരംഗിണി എന്നുള്ളത്. എനിവേ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എക്സാമിന് കണ്ടിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. കൽഹണാസ് രാജ് തരംഗിണി എന്ന് ഓർത്തു വെക്കുക. കൽഹനന്റേതാണ് രാജതരംഗിണി, മീൻസ് കൽഹനൻ എഴുതിയതാണ് രാജതരംഗിണി. അതെന്താന്നുള്ളത് നോക്കാം. ദി ഹിസ്റ്റോറിക് ക്രോണിക്കിൾ ഓഫ് കൽഹന രാജ് തരംഗിണി was translated into Persian during the reign of Kashmir king Zainul Abidin. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത്, ഓക്കെ, കാശ്മീരിലെ രാജാവായ സൈനുൽ ആബിദീന്റെ കാലത്ത് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? കൽഹനൻ എഴുതിയിട്ടുള്ള രാജ് തരംഗിണി എന്ന് പറയുന്ന ചരിത്രകൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെന്റൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താ പറയുന്നത്? കൽഹനൻ രചിച്ചിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇത്, രാജ് തരംഗിണി. ഓക്കെ, കൽഹനന്റെ രാജ് തരംഗിണി. അത് ഈ കശ്മീരിലെ രാജാവായ സൈനുൽ ആബിദീന്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ കൽഹനന്റെ രാജ് തരംഗിണി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് സൈനുൽ ആബിദീൻ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഹിന്ദി റിസീവ്ഡ് ട്രമെൻഡസ് ഇംപീറ്റസ് ഡ്യൂറിങ് ദി മിഡിവൽ പീരിയഡ്. ഈ ഒരു മിഡിവൽ പീരിയഡിൽ ഹിന്ദി ഭാഷക്ക് വലിയൊരു വളർച്ചയുണ്ടായി എന്നാണ് പറയുന്നത്. ഹിന്ദി റിസീവ്ഡ് ട്രമെൻഡസ് ഇംപീറ്റസ് ഡ്യൂറിങ് മിഡിവൽ പീരിയഡ്. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ ഹിന്ദി ഭാഷ വളർന്ന് വികാസം പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിനെന്താ കാരണം? ഏതൊരു ഭാഷയും വളരണമെങ്കിൽ, ഏതൊരു ഭാഷയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? ആ ഭാഷയിൽ ഒരുപാട് കൃതികൾ, ഒരുപാട് സാഹിത്യ കൃതികൾ ഉണ്ടാവണം. അത് ഒരുപാട് പേര് വായിക്കപ്പെടണം, അല്ലെ? ഒരു ഭാഷയിൽ ധാരാളം എഴുത്തുകൾ ഉണ്ടാവണം, സാഹിത്യകാരന്മാരുണ്ടാവണം. ആ ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതികൾ ഒരുപാട് ആളുകൾ വായിക്കണം, ചർച്ച ചെയ്യപ്പെടണം. അപ്പോഴാണ് ഒരു ഭാഷ വികസിക്കുക. അപ്പൊ ഹിന്ദി ലാംഗ്വേജ് ഇക്കാലത്ത് വികസിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹിന്ദി ഭാഷയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് നോക്കാം. ഹിന്ദി റിസീവ്ഡ് ട്രമെൻഡസ് ഇംപീറ്റസ് ഡ്യൂറിങ് ദി മിഡിവൽ പീരിയഡ്. രാമാനന്ദ ആൻഡ് കബീർ ഡെലിവേർഡ് ദെയർ മോറൽ അഡ്വൈസ് ഇൻ ഹിന്ദി. ശ്രദ്ധിക്കുക. അപ്പോൾ ഹിന്ദി ഭാഷ വികസിക്കാൻ കാരണമായ ഓരോരോ സംഗതികൾ പറയാണ്. എന്താണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്? രാമാനന്ദനും അതേപോലെ തന്നെ കബീറും, രാമാനന്ദ ആൻഡ് കബീർ ഡെലിവേർഡ് ദെയർ മോറൽ അഡ്വൈസ് ഇൻ ഹിന്ദി. അവരുടെ ആശയങ്ങൾ, ഓക്കെ, രാമാനന്ദനും അതേപോലെ തന്നെ കബീറും ഒക്കെ അവരുടെ ആശയങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ ഹിന്ദി ഭാഷയിലാണ് നടത്തിയിട്ടുള്ളത്. ജനങ്ങളോടുള്ള അവരുടെ ആശയങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ധർമ്മോപദേശങ്ങളും ഒക്കെ അവർ നടത്തിയിട്ടുള്ളത് എങ്ങനെയാ? ഹിന്ദി ഭാഷയിലാണ്. അത് ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്.
ഇവിടെ പറയുന്നു, നമ്മൾ നേരത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കബീറിന്റെ ദോഹകൾ, അല്ലെ? കബീറിന്റെ ഈരടികൾ, ദോഹകൾ. ദി ദോഹാസ് ഓഫ് കബീർ വർ ദി ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. ഹിന്ദി സാഹിത്യത്തിന്റെ ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികൾക്ക് ഉദാഹരണമാണ് ഇത്, കബീറിന്റെ ദോഹകൾ. മീനിങ് കപ്ലെറ്റ്സ്, ദോഹ നമ്മൾ പറഞ്ഞു നേരത്തെ. കബീറിന്റെ ഈരടികൾ, അർത്ഥവത്തായ ഈരടികളാണ് ദോഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലാണ് കബീർ രചനകൾ നടത്തിയിട്ടുള്ളത്, ഈരടികൾ എന്ന രൂപത്തിലാണ്, ദോഹകളായിട്ടാണ്. അപ്പോൾ കബീറിന്റെ ദോഹകൾ, ദി ദോഹാസ് ഓഫ് കബീർ വർ ദി ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ. ഹിന്ദി ഭാഷയിലെ സാഹിത്യ കൃതിക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്, കബീറിന്റെ ദോഹകൾ. ദി സൂർ സാഗർ ഓഫ് സൂർദാസ്. അതേപോലെ തന്നെ കബീറിനെ പോലെ തന്നെ വേറെയും ചില ആളുകളെയും ഇവരുടെ കൃതികളെയും പറയാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്, മാച്ച് ദി ബോക്സിലൊക്കെ ചോദിക്കുന്നതാണ്. എന്തൊക്കെയാ? ഒന്ന്, ദി സൂർ സാഗർ ഓഫ് സൂർദാസ്, സൂർദാസിന്റെ സൂർ സാഗർ. അതേപോലെ രാമചരിതമാനസ് ഓഫ് തുളസീദാസ്, തുളസീദാസിന്റെ രാമചരിതമാനസം. അതേപോലെ ദി ഭജൻസ് ഓഫ് മീരാബായി, മീരാബായി എന്ന് പറയുന്ന ഭക്ത കവയത്രിയുടെ ഭജനകള്. ദെൻ പത്മാവതി ഓഫ് മാലിക് മുഹമ്മദ് ജയാസി, മാലിക് മുഹമ്മദ് ജയാസിയുടെ പത്മാവതി എന്ന് പറയുന്ന കൃതി എൻറിച്ച്ഡ് ഹിന്ദി ലാംഗ്വേജ്. ഇതൊക്കെ എന്തിന് കാരണമായിട്ടുണ്ട്? ഹിന്ദി ഭാഷയുടെ വളർച്ചക്ക് കാരണമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ഏതൊരു ലാംഗ്വേജും കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഭാഷയിൽ ഒരുപാട് എഴുത്തുകാരുണ്ടാവണം, ഒരുപാട് സാഹിത്യ കൃതികൾ ഉണ്ടാവണം, അതൊരുപാട് പേര് വായിക്കുകയും ചെയ്യണം. അപ്പൊ ഇത്തരത്തിൽ ഈ ആളുകളുടെയൊക്കെ ഇങ്ങനെയുള്ള കൃതികളൊക്കെയാണ് മിഡിവൽ പീരീഡിൽ ഹിന്ദി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനിടയായിട്ടുള്ള കാരണങ്ങൾ. നമ്മൾ പറഞ്ഞു, ഹിന്ദി റിസീവ്ഡ് ട്രമെൻഡസ് ഇംപീറ്റസ് ഡ്യൂറിങ് ദി മിഡിവൽ പീരീഡ്. അപ്പൊ അത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന പോയിന്റുകളാണ് അതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ. രാമാനന്ദ ആൻഡ് കബീർ delivered their moral advice in Hindi. Dohas of Kabir were the finest example of Hindi literature. Sursagar of Surdas, Ramacharitamanus of Tulasidas, Bhajans of Mirabai, Padmavati of Malik Muhammad Jayasi enriched Hindi language. ഹിന്ദി ഭാഷ വളരാൻ, സമ്പുഷ്ടമാവാൻ ഇവരുടെ ഈ കൃതികളൊക്കെ സഹായകമായിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? റീജിയണൽ ലാംഗ്വേജസിന്റെ ഡെവലപ്മെന്റ് ആണ്, അല്ലെ? ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ചയാണ്. ഓക്കെ, അപ്പൊ അതില് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയും കുറച്ചുകൂടി അവശേഷിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എക്സാമിൻ ദി ടേബിൾ ഗിവൻ ബിലോ, ദി പ്രോഗ്രസ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ്. അതായത് ഓരോ റീജിയണൽ ലാംഗ്വേജിലും ഉണ്ടായിട്ടുള്ള ഓരോ വർക്ക്സ്, ഓക്കെ, ഓരോരോ കൃതികളും സാഹിത്യ രൂപങ്ങളും ഒക്കെ ഏതാണ്, അതിന്റെ ഓതേഴ്സ് ആരാണ്, അങ്ങനെയുള്ള ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ലിസ്റ്റ് അതിലുണ്ട്. അപ്പൊ എക്സ്ട്രാ റീഡിംഗ് ബോക്സ് അല്ല, നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ള, പഠിക്കാനുള്ള ഒരു ബോക്സ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആ ബോക്സിലേക്ക് കിടക്കാം. ഓക്കെ, മിഡിവൽ പീരീഡിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, സാഹിത്യകൃതികൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനത്തെ ഓരോ പ്രാദേശിക ഭാഷകളിലുള്ള കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം ലാംഗ്വേജസ്, ബംഗാളി ലാംഗ്വേജ്. ആ ബംഗാളി ലാംഗ്വേജിൽ വരുന്ന വർക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ലിറ്ററേച്ചർ, അതായത് ഒന്നുകിൽ കൃതി അല്ലെങ്കിൽ സാഹിത്യ ശാഖ ഏതാന്ന് പറയുന്നു. ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ ടു ബംഗാളി, അതായത് മഹാഭാരതം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തു. ആരാണ് ഓതേഴ്സ്? ആരാ അങ്ങനെ വിവർത്തനം ചെയ്തത്? ഇതാകണം, രണ്ടാൾക്കാരെ പേര് പറയുന്നുണ്ട്, ശ്രീകര നന്ദി, അതേപോലെ കവീന്ദ്രൻ. ശ്രീകര നന്ദി, അതേപോലെ കവീന്ദ്രൻ, അല്ലെ? രണ്ടാളുകളെ പേര് പറയുന്നു. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്തത്? മഹാഭാരതം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇനി മറാത്തി ലാംഗ്വേജിൽ കൃതികൾ എന്താണ്? സോറി, അവിടെ ഒരു പോയിന്റും കൂടിയുണ്ട്. ബംഗാളിയിൽ ഒരു പോയിന്റും കൂടി നമ്മൾ വിട്ടുപോയി. ബംഗാളി രാമായണം. ഓക്കെ, ബംഗാളി രാമായണം ആരാ തയ്യാറാക്കിയത്? കൃതിവാസ ഓജ. കൃതിവാസ ഓജയുടെ ബംഗാളി രാമായണം. ഓക്കെ, അപ്പൊ ബംഗാളി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ. ഇനി മറാത്തി ലാംഗ്വേജിൽ ഗീതാസ്, ഗീതങ്ങള്. ആരാണ് ഓദർ? ഓദറെ പേര് ഒരു പേരേ ഉള്ളൂ. എന്താ വായിക്കുക? വമന പണ്ഡിറ്റ്. ഓക്കെ, വമന പണ്ഡിറ്റ്. അടുത്തത് ഒറിയ ലാംഗ്വേജ് ആണ്. ഒറിയ ലാംഗ്വേജിൽ കാവ്യങ്ങളാണ്, കാവ്യാസ്. തയ്യാറാക്കിയത് ആരാ? സരളദാസ. ഓക്കെ, സരളദാസ. ഇനി തെലുഗ്. തെലുങ്കില്
ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ ടു തെലുഗ്. നേരത്തെ ബംഗാളിയിൽ പറഞ്ഞതുപോലെ മഹാഭാരതം തെലുങ്ക് ഭാഷയിലേക്ക്, തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തു. തെലുങ്ക് എന്ന് പറയുമ്പോൾ തെലുങ്ക് എന്നും പറയാട്ടോ, തെലുങ്ക് അല്ലെങ്കിൽ തെലുഗ്. അപ്പൊ മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തു. ആരൊക്കെയാ അവിടുത്തെ തെലുങ്ക് ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, പോയറ്റ്സ് ആരൊക്കെയാണ്? നന്നയ്യ, അതേപോലെ തിക്കാന, ഓക്കെ, നന്നയ്യ, തിക്കാന, അതേപോലെ യരപ്രഗത, യരപ്രഗത. ഓക്കെ, 3 പേര്, നന്നയ്യ, തിഖന, അതേപോലെ യരപ്രഗത. ഇനി തമിഴ് ലാംഗ്വേജിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കൃതികൾ തിരുമുറൈ, 4000 ദിവ്യ പ്രബന്ധം. ഓക്കെ, തിരുമുറൈ ആരാണ്? അപ്പർ, അതേപോലെ സംബന്ധർ, അപ്പർ, സംബന്ധർ. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പേരുകളാണ്. അതേപോലെ 4000 ദിവ്യ പ്രബന്ധം ആൾവാർമാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നായനാർമാരും ആൾവാർമാരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആൾവാർമാരുമായി ബന്ധപ്പെട്ട കൃതികളാണ് ഇത് 4000 ദിവ്യ പ്രബന്ധം. അപ്പൊ അത് തമിഴ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. തിരുമുറൈ, 4000 ദിവ്യ പ്രബന്ധം, അപ്പർ, സംബന്ധർ, ആൾവാർസ്. ഇനി കന്നഡ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ഏതാ? കവിരാജമാർഗം. കൃതി ഏതാണ്? കവിരാജമാർഗം. ഓദർ അമോഘവർഷൻ, അമോഘവർഷൻ. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകൃതികളും ഒക്കെ റീജിയണൽ ലാംഗ്വേജസിൽ, പ്രാദേശിക ഭാഷകളിൽ ഈ ഒരു മിഡിവൽ പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത്ര വലിയൊരു ഭാഗമല്ല. 1-2 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. അപ്പോൾ ഓരോ ഭാഷകൾ ഉണ്ടായതും ചില ഭാഷകളുടെ പേരുകളും അതേപോലെ ചില ഭാഷകൾ കൂടി ചേർന്ന് വേറെ ചില പുതിയ ഭാഷകൾ ഉണ്ടായതും നമ്മുടെ കേരളത്തിലെ അറബി മലയാളത്തിന്റെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് പല ലാംഗ്വേജസിലും ഉണ്ടായിട്ടുള്ള കൃതികളെ പരിചയപ്പെട്ടു. ചില ഭാഷകളിൽ നിന്ന്, അതിപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്നൊക്കെ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ ഏറ്റവും അവസാനമായിട്ട് ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ള കുറെ ആളുകളെയും കൃതികളെയും പരിചയപ്പെട്ടു. അതിനുശേഷം ഏറ്റവും അവസാനം ഓരോ റീജിയണൽ ലാംഗ്വേജിലും ഉണ്ടായിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്, ഓതേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും വായിച്ചു നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണാം, ഹൗ ഡിഡ് ഭക്തി സൂഫി മൂവ്മെന്റ് പ്രൊമോട്ട് ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ഡിസ്കസ്. അതിനുള്ള ആൻസർ ആണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ എത്ര മാർക്കിനാണോ ചോദ്യം വരുന്നത് റീജിയണൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര മാർക്കിനാണോ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ച് 2 മാർക്കിനെ ചോദ്യം വന്നുള്ളൂ എങ്കിൽ അതിനുള്ള പോയിന്റ്സ് മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പൊ ചോദ്യത്തിന്റെ മാർക്കിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശീലിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഒരു ഭാഗം വരുന്നത് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മ്യൂസിക്, സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം ആർക്കിടെക്ചറും പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട മധ്യകാലത്തെ ഈ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ തൽക്കാലം ഈ ഒരു റീജിയണൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഏരിയ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളിത് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.